ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റവ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റവ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാൽ, അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വറുക്കാത്തതോ ഏത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു നല്ല ചൂടുള്ളതല്ല, ഒരു നേരിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് പോരാ, അപ്പം നമുക്കിനി 1 കപ്പും കൂടി ഞാൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇവിടെ ഈ റവ ഒന്ന് കുതിർന്ന് വരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ 10 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ റവയൊക്കെ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റവ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുതിർത്തിയിട്ടുള്ള റവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് വെള്ളം അത് റവ കുതിർത്തിയിട്ടുള്ള പാത്രത്തിൽ ഒഴിച്ച് അതൊന്ന് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ റവ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴാണോ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ആ സമയത്ത് മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് റവ അപ്പത്തിനുള്ള ബാറ്ററി ഇരിക്കേണ്ടത്. ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ അപ്പത്തിന് നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് തടവി കൊടുക്കുന്നത്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ മൂടി വെച്ച് വേവിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിറയെ ഹോൾസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പവും റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിൽ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ച് വേവിച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പഞ്ഞി പോലെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റവ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാലത്ത് തിരക്ക് പിടിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒരു പഞ്ഞി പോലെയുള്ള റവ അപ്പമാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.